ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും കൂടുതൽ രാസകീടനാശിനികളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ള ഒരു പച്ചക്കറി ഇനമാണ് മല്ലിയില. എന്നാൽ നമ്മുടെ ആധുനിക പാചകത്തിൽ മല്ലിയില ഒഴിവാക്കാൻ പറ്റാത്തത്ര പ്രാധാന്യമുള്ളതുമാണ്. നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ മല്ലിയില ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ അളവിലുള്ള മല്ലിയിലയുടെ ഉപയോഗമാണ് ഓരോ ദിവസവും നമുക്ക് വരുന്നത്. ആഴ്ചയിലേക്കും മാസത്തിലേക്കും ഒക്കെ കുറെ എല്ലാ ദിവസവും ശകലിച്ചെടുക്കുമ്പോൾ കുറച്ച് കൂടുതലൊക്കെ വന്നേക്കാം. അപ്പം നമുക്ക് ഈ കുറച്ച് മല്ലിയില ആവശ്യമായതുകൊണ്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ, വളർത്തിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിപ്പം കുപ്പിയിലോ ചിരട്ടയിലോ പാത്രത്തിലോ ഗ്രോ ബാഗിലോ ഒക്കെ ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഞാനൊക്കെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച് വളർന്നവരായതുകൊണ്ടാകാം പണ്ടത്തെ പാചകത്തിനകത്തൊന്നും നമ്മളിങ്ങനെ അധികമായി മല്ലിയിലയുടെ ഉപയോഗമൊന്നും കണ്ടുവന്നിരുന്നില്ല. അത് നോർത്ത് ഇന്ത്യൻ പാചകത്തിലും തമിഴ്നാടുകാരെ സാമ്പാറിനകത്തുമൊക്കെ സ്ഥിരമായി ഉപയോഗിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ കണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് പറയാൻ മറന്നു പോകരുതേ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അതേസമയം നമ്മുടെ ഇന്നത്തെ തലമുറയാണെങ്കിൽ, എൻ്റെ മകനൊക്കെ ആണെങ്കിൽ പറയും, എന്ത് തരത്തിലുള്ള പാചകം ചെയ്താലും അതിനകത്ത് കുറച്ച് മല്ലിയില ചേർക്കുവാണെങ്കിൽ ആ കറിയുടെ കുറവുകൾ, ഇപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിലും അല്ലെങ്കിൽ ടേസ്റ്റോ മണമോ ഒക്കെ കുറവുണ്ടെങ്കിലും അതെല്ലാം മല്ലിയില കൊണ്ട് പരിഹരിക്കപ്പെടും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. പുതുതലമുറയ്ക്ക്, പ്രത്യേകിച്ച് പുതുതലമുറയെ നോക്കുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെയും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാവുന്നതാണ്. മല്ലിയില നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം. അപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളിവിടെ കൊടുക്കുന്ന മല്ലിവിത്ത് തന്നെയാണ്. മല്ലിവിത്ത് മാത്രമല്ല, നമ്മളിവിടെ ഏകദേശം എല്ലാ പച്ചക്കറി ചെടികളുടെയും വിത്തുകൾ അത്യാവശ്യം നല്ല ഞാനിവിടെ പാകി മുളപ്പിച്ചൊക്കെ നോക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് തരുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പച്ചക്കറി വിത്തുകൾ, പ്രത്യേകിച്ച് മല്ലിവിത്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരുന്ന വീഡിയോയിലെ നമ്പർ അനുസരിച്ച് എനിക്കൊരു ഹായ് എന്നെങ്കിലും ഒരു മെസ്സേജ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ വേണ്ട വിത്തുകളുടെ പേര് നിങ്ങൾക്ക് എഴുതിയിടാം, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പം ഞാൻ ഈ മല്ലിവിത്താണ് നേരിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനു മുന്നേ നമ്മൾ മല്ലി കൃഷിയെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഇപ്പം എനിക്കിവിടെ തോട്ടത്തിൽ മല്ലിയില്ല, അതുകൊണ്ടാണ് ഞാനിപ്പം മല്ലി നടുന്നത്. അത് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. ആരെങ്കിലും അന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിലും അല്ലെങ്കിൽ മല്ലി വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലും നമുക്ക് ഈ വീഡിയോ കാണുമ്പം ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതേപോലെ നിങ്ങൾക്കും ചെയ്തു നോക്കാം. ഈ ചട്ടിയിലാണ് ഞാൻ ഇന്ന് മല്ലിവിത്ത് പാകാൻ പോകുന്നത്. അപ്പം ഈ ചട്ടിയുടെ ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് മണ്ണ് വാർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹോളൊക്കെ ഒന്ന് ചെറിയ ഇഷ്ടികയോ കല്ലോ മെറ്റലിൻ്റെ കഷ്ണങ്ങളോ ഒക്കെ ഉപയോഗിച്ച് ഒന്ന് അടച്ചെടുക്കാം. അതിനുശേഷം വേണം നമുക്ക് ഇതിനകത്തേക്ക് പോട്ടിംഗ് മിക്സിനെ നിറയ്ക്കാൻ. അപ്പം ഇതിനകത്തെ ഹോളൊക്കെ ഞാൻ ഇതേപോലെയുള്ള കല്ലോ കഷ്ണങ്ങളോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഹോളൊന്ന് അടച്ചു വെക്കുവാണ്. ഓടിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി ഇല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കല്ലോ കട്ടയോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഹോള് ഇതുപോലെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഞാൻ ഇതൊക്കെ ഇങ്ങനെ അടയ്ക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് പല പ്രാവശ്യം കാണിച്ചു തന്നിട്ടുള്ളതാണ്. മണ്ണ് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹോളുകളൊക്കെ ഇങ്ങനെ അടച്ചു വെക്കുന്നത്. ഇതുപോലെ നമ്മൾ ഈ ഹോളൊക്കെ അടച്ചു വെച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്നത്, ആദ്യം ഇതിനകത്തേക്ക് ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുക്കുവാണേ. അപ്പം ഞാൻ ഇതുപോലെ മിറ്റം അടിച്ചൊക്കെ വാരുമ്പം കിട്ടുന്ന ഇലകളെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കും. കുറേശ്ശെ ആയിരിക്കുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നതാ. നമുക്ക് നിറയ്ക്കാനായിട്ടൊക്കെ വേണമല്ലോ. അപ്പം പ്രത്യേകിച്ച് നമ്മൾ കമ്പോസ്റ്റ് ആക്കാൻ ഒന്നും നോക്കണ്ട. ഇതിനകത്തേക്ക് നോക്കിയാൽ അറിയാം, ഈ കരിയില കണ്ടോ കമ്പോസ്റ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, പൊടിഞ്ഞു തുടങ്ങിയ ഇലയൊക്കെ കണ്ടോ ഇങ്ങനെ ഇരിക്കും. അടിഭാഗത്തൊക്കെ മണ്ണൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഉണങ്ങിയ ഇലകൾ, പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റിക്കോണം. മിറ്റമൊക്കെ അടിച്ചു വരുമ്പം കിട്ടുന്നതായതുകൊണ്ട് പ്ലാസ്റ്റിക് കഷ്ണങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതുപോലെ കുറച്ച് ഇല വാരി ഇതിനകത്തേക്ക് എടുക്കുക. അപ്പം ഇതുപോലെ ഞാൻ കുറച്ച് ഇല ഇതിനകത്ത് വാരി വെച്ചിട്ടുണ്ട്. വാരി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പോട്ടിംഗ് മിക്സ് ഇടണം. ഈ പോട്ടിംഗ് മിക്സ് പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും ഉമിയും ചേർത്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുവാണേ. അപ്പോൾ ഇത് നനഞ്ഞ പോട്ടിംഗ് മിക്സ് ആണ്. ഞാൻ എന്തോ ആവശ്യത്തിന് വേണ്ടി എടുത്തിട്ട് തിരിച്ച് ഇട്ട് വെക്കാഞ്ഞതാണ്. പിന്നകത്തേക്ക് നോക്കിയാൽ അറിയാം നല്ലപോലെ മണ്ണരയൊക്കെ ഉണ്ട് കേട്ടോ. കാണാമോ നിങ്ങൾക്ക് മണ്ണരയെ? ഇത് കണ്ടോ ഇതുപോലെ മണ്ണരയൊക്കെ ഉണ്ട്. നമ്മൾ ഈ ചാണകവും വളമൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പം ഞാൻ ഇതിനെ കുറച്ച്
ഈ സൈഡിലോട്ട് ഇപ്പം നമ്മൾ കരിയില ഇട്ടു, അതിന് മുകളിലോട്ട് ഈ മണ്ണിട്ടു, എന്നിട്ട് മണ്ണ് ഞാൻ സൈഡിലേക്ക് മാറ്റി മാറ്റി വെക്കുക. പരമാവധി കല്ലും കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ മല്ലി വളർത്തുമ്പം ചെറിയ ചെറിയ വേരുകളാണ് ഈ മല്ലിക്കൊക്കെ ഉള്ളത്. അപ്പോൾ അവർ വളർന്നു വരുമ്പം ഈ വേരയിലൊക്കെ കല്ലേലൊക്കെ മുട്ടിയാൽ അവരുടെ വളർച്ച കുറഞ്ഞു പോകും. അപ്പം ഞാൻ ഇതുപോലൊരു ചെറിയ കുഴി പോലെ ഉണ്ടാക്കിയെടുത്തേ. ഇനി ഇത് നമ്മുടെ മല്ലിവിത്താണ്. അപ്പം നമുക്ക് പൊട്ടിച്ചിട്ട് നോക്കാം എന്തോരം ഉണ്ടെന്നൊക്കെ നോക്കാം. ഇതിവിടെ നമ്മൾ മണ്ണ് വാരാൻ വെച്ചിരിക്കുന്ന പാത്രമാണ്, അതുകൊണ്ടാണ് മണ്ണൊക്കെ അതിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഒരു കൃഷിക്ക് ആവശ്യമായത്ര മല്ലിയുണ്ട്. കണ്ടോ, ഇത് നമ്മളൊന്ന് പതുക്കെ ഞെരടി പൊട്ടിക്കണം. കാരണം ഓരോ മല്ലിക്കകത്തും 2 വിത്തുകളാണ്. അപ്പം ഇങ്ങനെ ഇട്ടാലും ഇവർ കിളുക്കും. നമ്മളൊന്ന് പതുക്കെ പൊടിച്ചിട്ട്, നമ്മളിത് മല്ലി തിരുമ്പുമ്പോൾ തന്നെ മല്ലിയുടെ മണം വരുന്നുണ്ട്. അപ്പം മല്ലി പതുക്കെ പതുക്കെ പൊട്ടുന്നതാണ്. ഒരെണ്ണം പിളർന്ന് 2 എണ്ണമായിട്ട് വരും. അപ്പം 2 തൈകൾ അതിൽ നിന്ന് കിളുത്ത് കിട്ടും. പൊട്ടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കിളുക്കാൻ ഇച്ചിരി താമസം വരും, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ ചെറിയ തടം പോലെ എടുത്തിടത്തേക്ക് ഈ മല്ലി ഇടുവാണേ. മല്ലി എപ്പോഴും വിത്തുകളെ അടുപ്പിച്ചടിപ്പിച്ചിടണം. കാരണം ഇവർ വളരുമ്പം ചെറിയ ആരോഗ്യം കുറഞ്ഞ കുഞ്ഞു കുഞ്ഞു തൈകളാണ്, ചെറിയ ചെറിയ തണ്ടുകളൊക്കെയാണ്. അതുകൊണ്ട് അവർ ചേർന്ന് നിൽക്കുവാണെങ്കിൽ മറിഞ്ഞു പോകാതെയും ഒടിഞ്ഞു പോകാതെയും ഒക്കെ ഇരിക്കും. അതിന് നമ്മൾ ചേർത്ത് ഞാൻ ഈ ഒരു പാക്കറ്റിലേതും ഇട്ടു. കുറച്ചും കൂടെ വിസ്താരമുള്ള പാത്രത്തിൽ വേണമെങ്കിൽ നമുക്ക് അകത്തി വേണമെങ്കിലും നട്ടുവെക്കാം. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഈ അവസരത്തിൽ നമുക്കൊന്ന് വെള്ളം തളിച്ചു കൊടുക്കാം. ഈ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന മല്ലിവിത്തിന്റെ മുകളിലോട്ട് നമുക്ക് പതുക്കെ ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കാം. മല്ലി മണ്ണിന്റെ അടിയിലേക്ക് താന്നു പോകരുത് കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം തളിച്ചു കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതിനാണെന്നറിയോ, ഇത് ചകിരിച്ചോറാണേ. അപ്പം ചകിരിച്ചോറ് ഞാൻ ഇതിൻ്റെ മുകളിലോട്ടിട്ടൊന്ന് മൂടുക. അപ്പം ഈ സമയത്ത് നമ്മൾ ഒരു ഇച്ചിരി ചകിരിച്ചോറ് കൂടുതൽ കൊടുക്കുന്നുണ്ടെന്ന് തോന്നിയാലും വെള്ളം ഒഴിക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് അങ്ങോട്ട് താന്നു പോകും കേട്ടോ. അതുകൊണ്ട് ഒത്തിരി അധികം ഒന്നും ഇട്ട് കൊടുക്കണ്ട. നമ്മൾ പറയുന്ന എല്ലാ വിത്തുകളും വിത്തോളം എന്നാണ് പറയുന്നത്. അത്യാവശ്യം വിത്തൊന്ന് മൂടിയിരിക്കാനും മാത്രം ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് പതുക്കെ തളിച്ചു കൊടുത്തോ വെള്ളം. ഇങ്ങനെ നമ്മൾ ഈ വെള്ളം തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, അത്യാവശ്യം ഞാൻ ആദ്യം നമ്മൾ വെള്ളം ഒന്ന് ഒഴിച്ചതാണ്. പിന്നെ ഇതിനകത്തെ പോട്ടിംഗ് മിക്സ് ഇവിടെ നനഞ്ഞിരുന്നതാണ്. അതിനകത്തൊക്കെ നനവും തണുപ്പും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നമ്മളൊന്ന് നല്ലോണം വെള്ളം തളിച്ചു കൊടുത്തിട്ട് ഇനി നമ്മൾ ഇതിനെ ചെയ്യേണ്ടത് തണലുള്ള മഴവെള്ളം നേരെ കുത്തി ഇതിനകത്തോട്ട് വീഴാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം. വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ചാലും കുഴപ്പമില്ല. ഇത് നമുക്ക് കിളുത്ത് കിട്ടണമെങ്കിൽ ഒരു 10 മുതൽ 15 ദിവസം വരെ എടുക്കാറുണ്ട്. കാരണം നമ്മൾ അധികം മല്ലിയും പൊട്ടിച്ചിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ നേരിട്ട് മല്ലിയെ നമ്മൾ പാകുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് താമസം വരുവേ. അപ്പം ഞാൻ ഇതിനെ കൊണ്ടുപോയി മൂടി വെച്ചിട്ട് വരാം. ഇതിനേക്കാളും എളുപ്പത്തിൽ ഇപ്പം ധൃതിയുള്ള ആളുകളാണെന്ന് വിചാരിച്ചു പെട്ടെന്നുണ്ടായി വരണം. ഇത് ചില വിത്തുകളൊക്കെ നമ്മൾ കുഴിച്ചിട്ട് കിളുത്ത് വന്നില്ല, ഇടയ്ക്കിടയ്ക്ക് മാന്തിയൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ടെൻഷനുള്ള അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തിരക്ക് പിടിച്ച ആളുകളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മല്ലി കിളുത്ത് കിട്ടുന്ന ഒരു സൂത്രപരിപാടിയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാവേ. അപ്പം നമ്മളിതേ മുമ്പേ നിറച്ചതുപോലെ തന്നെ ഞാനൊരു പാത്രം സെറ്റാക്കിയിട്ടുണ്ട്. ഹോളെല്ലാം കല്ലൊക്കെ വെച്ചിട്ട് അടച്ച് അതിൻ്റെ മുകളിൽ കരിയില കമ്പോസ്റ്റ് ഇട്ട്, ഉണങ്ങിയ കരിയില ഞാൻ വാരി വെച്ചിരുന്നതാണ്. ഇപ്പം അത് ഏകദേശം ഒരു കമ്പോസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. നിങ്ങളെ ഞാൻ കാണിച്ചതല്ലേ. അപ്പം അത് നിറച്ചിരിക്കുക. ഇതിൻ്റെ ഒരു 1/4 ഭാഗം അല്ലേ, ഏകദേശം നിറയെന്ന് പറയാം, അത്രയും നമ്മൾ കരിയില വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് പോട്ടിംഗ് മിക്സ് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിന് ഇരുത്തം വരും. അപ്പം നമ്മുടെ മല്ലി കിളുത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. പെട്ടെന്ന് കിളുക്കണമെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയോ, ഈ മല്ലി ഇതിപ്പം ഞാൻ ഇന്നലെ വൈകിട്ട് വെള്ളത്തിനകത്ത് ഇട്ടതാണ്. വൈകിട്ട് നമ്മൾ കിടക്കാറൊക്കെ ആകുന്ന അവസരത്തിൽ ഏത് വിത്തുകളാണെങ്കിലും നമ്മൾ കുതിർക്കാൻ വെക്കുന്നത് പോലെ ഇതിനെയും നമുക്ക് കുതിർക്കാൻ വെക്കാം. അപ്പം മല്ലിയിട്ട് വെച്ചിരുന്ന പാത്രത്തിനകത്ത് വന്ന നിറം കണ്ടോ, എന്നാന്നറിയോ, ഇത് നമ്മൾ മല്ലി വിത്താണല്ലോ. അപ്പം ഇതിനകത്ത് പലതരത്തിലുള്ള വിത്തുകളിൽ ഉണ്ടാകുന്ന ഫംഗസുകളും ബാക്ടീരിയകളും ഒക്കെ വളരാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് മുകളിൽ ചെയ്തു കൊടുത്തിരിക്കുന്നതിൻ്റെ കളറാണ് ഈ വരുന്നത്. അപ്പം നമുക്ക് ഈ വെള്ളം അങ്ങോട്ട് ഊറ്റിക്കളയാം. ഇത് ഇങ്ങനെ ഒഴിച്ചു കളയുകയോ നിങ്ങളൊരു അരിപ്പയെ കൂടെ അരിച്ചെടുക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ നമ്മൾ എടുത്തിട്ടേ കൈകൊണ്ട് തിരുമിയാൽ പെട്ടെന്ന് ഇത് പൊട്ടി വരും കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കുതിർത്ത് കഴിയുമ്പം കിളുക്കാനായിട്ട്
എളുപ്പം വരുന്നത്. അപ്പം നമ്മൾ പതുക്കെ ചപ്പാത്തി പരത്തുന്ന കമ്പ് അങ്ങനെ പറയാം. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് പതുക്കെ ഉരുട്ടുവാണെങ്കിൽ എല്ലാം പൊട്ടിക്കിട്ടും കേട്ടോ. അങ്ങനെ പൊട്ടിക്കിട്ടുമ്പം നമ്മളിതേ മുമ്പേ ചെയ്തതുപോലെ തന്നെ ഇതേപോലെ മുകളിലോട്ട് ഇടുക. എന്നിട്ട് കണ്ടോ, ഇത് മുഴുവൻ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മുടെ ചകിരിച്ചോറാണേ. അപ്പം ചകിരിച്ചോറിട്ടിട്ട് ഇതൊന്ന് മൂടുക. കിളുത്ത് വരാനുള്ള എളുപ്പത്തിനാണേ. ഇങ്ങനെ അത്യാവശ്യം വിത്തലോട്ട് ഇച്ചിരി വെള്ളം വീണാലും തെറിച്ചു പോകില്ലാത്ത പാകത്തിന് ഇതിനെ ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് വെള്ളം അതിൻ്റെ മുകളിലോട്ട് തളിച്ചു കൊടുക്കുക. ഒട്ടും വിത്തുകളൊന്നും തെറിച്ചൊന്നും പോകത്തില്ല. കണ്ടോ, ഇങ്ങനെ നമ്മൾ വെള്ളം തളിച്ചിട്ട് ഇനി ഞാൻ ഇതിനെ ഈ പാത്രം വെച്ചിട്ട് അങ്ങോട്ട് അടയ്ക്കുവാണേ. കാരണം ഇത് നമ്മൾ മുമ്പത്തെ പോലെ മഴവെള്ളം വീഴാത്ത സ്ഥലത്തല്ല, നമ്മളിവിടെ തോട്ടത്തിൽ തന്നെ വെക്കുവാണ്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വരുന്ന മഴയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മേഘവിസ്ഫോടനം എന്നൊക്കെയല്ലേ പറയുന്നത്, ഭയങ്കര കൂടുതൽ വെള്ളം വരുന്ന തരത്തിലുള്ള മഴ പെയ്യും. അങ്ങനെയുള്ള വെള്ളത്തുള്ളി ഇതിനകത്തേക്ക് ശക്തിയായി പതിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതിനെ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാനിതിനെ വെക്കുന്ന സ്ഥലം കാണിച്ചു തരാവേ. വാ, ഇത് കണ്ടോ, ഇതുപോലെ നമ്മളിവിടെ ഒരു ഇത് സാധനം തൂക്കിയിടാൻ വേണ്ടി കൊളുത്തിയിട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് ഇതങ്ങ് നമ്മൾ എടുത്തു വെക്കുവാണേ. അപ്പോൾ ഇതേപോലെ നമ്മൾ ബക്കറ്റ് വെച്ചിട്ട് നമ്മുടെ മൂടി വേണ്ടേ, അപ്പോൾ ഇതുപോലെ മൂടിയും കൂടെ ഇതിൻ്റെ മുകളിൽ കൂടെ വെച്ച് കമത്തി അടച്ച് ഇവിടെ വെക്കും. അപ്പോൾ ഇത് കിളുത്ത് വരുന്നിടം വരെ ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ വെയിൽ വന്നു കഴിഞ്ഞാൽ നല്ല സൂര്യപ്രകാശം കിട്ടും. എന്നാൽ നല്ലോണം മഴ കുത്തി പെയ്യുമ്പം ഇതേ വെള്ളം വീഴത്തുമില്ല. ഇപ്പം 2-3 ദിവസം കഴിയുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചാണ് പെട്ടെന്നൊന്നും ഇതിനകത്തെ മണ്ണും പോട്ടി മിക്സും ചകിരിച്ചോറും ഒന്നും ഉണങ്ങത്തില്ല. ഇനി ഒരു 2-3-4 ദിവസം കഴിയുമ്പം നല്ലോണം ഇതിൻ്റെ മുകൾ ഭാഗം ഉണങ്ങിയെന്ന് തോന്നുവാണെങ്കിൽ വെള്ളം തളിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അറിയാലോ കിളുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇത് കിളിർത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇതിൻ്റെ കവറ് മാറ്റിക്കോണം. പിന്നെ വെള്ളം വീണാലും വലിയ ചെറിയ തരത്തിലുള്ള മഴയൊന്നും പെയ്ത് വീണാലും വലിയ കുഴപ്പമൊന്നുമില്ല, അവരവിടെ കിളുത്ത് വന്നോളും. ഇപ്പോൾ ഇത് എത്ര ദിവസം കൊണ്ടാണ് കിളുക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാവേ. അപ്പം മല്ലി വളർത്താൻ താല്പര്യമുള്ളവർക്കെല്ലാം ഈ 2 രീതി, ഇനി ഞാൻ 2 രീതി കാണിച്ചു തന്നിട്ടുണ്ട്. പല രീതികളുണ്ട്, അതിൽ നമുക്ക് ഏറ്റവും വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതികളാണ് 2 എണ്ണവും നമുക്ക് കാണിച്ചു തന്നത്. ഒട്ടും സമയമില്ലാത്തവർക്കാണെങ്കിൽ വിത്ത് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴേ ആ രീതിയിൽ പാകാം. ഇനി പെട്ടെന്ന് കിളുത്ത് കിട്ടണം എന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ രീതിയിൽ പാകി കൊടുക്കാം. എങ്ങനെയായാലും നമുക്ക് ആവശ്യമായത്ര മല്ലി ഇപ്പൊ ഇതേപോലത്തെ ഒരു 2-3-4 ചെടിച്ചട്ടിക്കകത്ത് പാകി കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള മല്ലി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് പുതിനയും പറ്റും. പുതിന നട്ട് വളർത്തുന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പം ഇതേപോലെ മല്ലി വെച്ചിട്ട് മല്ലി വളരുമ്പം മുളച്ചു വരുമ്പോൾ തൊട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇനി കിളുക്കുന്ന മല്ലി കിട്ടാനില്ലാത്തവരാണെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഇത് ഉറപ്പായും കിളുക്കുന്ന തരത്തിലുള്ള മല്ലിവിത്തുകളാണ് ഞാൻ സ്ഥിരമായി ഇവിടെ ചെയ്യുന്നത്. ഇതേ മല്ലിവിത്ത് ഉപയോഗിച്ചു തന്നെയാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒരു ലൈക്ക് ഇടാൻ മറന്നു പോകല്ലേ. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.